നമസ്കാരം മക്കളെ. കാൽവിരലുകളിൽ വിരിയും കവിത എന്ന പാഠഭാഗം, മനോഹരമായ പാഠഭാഗം നമ്മൾ പഠിച്ചു വന്നു. ഐറിഷ് എഴുത്തുകാരിയായിരുന്ന ക്രിസ്റ്റി ബ്രൗണിന്റെ ജീവിതമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ് നമ്മുടെ പാഠഭാഗം എടുത്തിട്ടുള്ളത്. ലോകപ്രശസ്തിയായ ഒരു ചിത്രകാരിയായും ലോകപ്രശസ്തിയായ ഒരു കവിയായും ഒക്കെ അദ്ദേഹം മാറുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡെലാഹണ്ടിന്റെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പൊ സുഹൃത്തുക്കളുടെ പിന്തുണ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്? അങ്ങനെ സുഹൃത്തുക്കളുടെ പിന്തുണ കൊണ്ട് ജീവിതം മാറ്റിമറിയാൻ വേണ്ടി പറ്റുമോ, ജീവിതം സന്തോഷപൂർവ്വമാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത മറുപടി പറയുന്നത്. അതിന് നമ്മുടെ ഉദാഹരണമാണ് ആര്? ക്രിസ്റ്റി ബ്രൗൺ എന്ന് പറയുന്നത്. കാരണം വൈകല്യത്തെ എന്ത് ചെയ്തു? വൈകല്യത്തെ അതിജീവിച്ച് ലോകമാകെയുള്ള ആളുകൾക്ക്, വൈകല്യം നേരിടുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു? പ്രതീക്ഷയായി, അവർക്കൊരു പ്രചോദനമായി മാറാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കാം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: അഭിപ്രായക്കുറിപ്പ്. പക്ഷേ അവൾ ഡെലാഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ, എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. അതൊന്നു തുടിച്ചുന്നു എന്നറിഞ്ഞു. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? നല്ല സുഹൃത്തുക്കൾ ഇതിന് സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അപ്പോൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗം ബാധിച്ച് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലെ കാലുകൾക്ക് മാത്രമാണ് ആ ചലനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും എന്ത് ചെയ്തു? തൻ്റെ ഇടത് കാലിലെ വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? കവിതകൾ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും അതിലൂടെ അനേകായിരം ആളുകളെ പ്രചോദിപ്പിക്കാനും ആർക്ക് കഴിഞ്ഞു? ക്രിസ്റ്റി ബ്രൗണിന് കഴിഞ്ഞു. അങ്ങനെ കഴിയുന്നത് ആദ്യമായി എന്ത് ചെയ്തു? ആദ്യമായി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്രിസ്റ്റി ബ്രൗണിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡെലാഹണ്ട് ആണ്. അപ്പൊ ഡെലാഹണ്ടിന്റെ ഈ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് സുഹൃത്തുക്കളുടെ സ്വാധീനത്തെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പൊ അഭിപ്രായക്കുറിപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്? നമുക്കൊന്ന് എഴുതി നോക്കാം. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന ഒരു കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. താൻ ഒതുങ്ങിക്കൂടേണ്ട ആളല്ലെന്നും പുറം ലോകം അറിയേണ്ട ആളാണെന്നും അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തത് പ്രിയ സുഹൃത്തായ ഡെലാഹണ്ട് ആണ്. നമ്മുടെ സമൂഹത്തിൽ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഇന്നും ഉണ്ടാകും. എന്നാൽ അവർക്കെല്ലാം ഒരു മാതൃകയാണ് ക്രിസ്റ്റി. ക്രിസ്റ്റിയെ പോലെ ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും. ആരും തന്നെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല, മറിച്ച് ഉയരങ്ങളിലേക്ക് പാറി പറക്കേണ്ടവരാണ്. അതിന് ഡെലാഹണ്ട് പോലൊരു സുഹൃത്ത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. നമുക്ക് എന്ത് ചെയ്യണം? മുഴുവൻ മാർക്കും അടിച്ചെടുക്കണം, എ ഗ്രേഡ് ഉറപ്പിക്കണം. എല്ലാ മക്കൾക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്.